ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സൈന്യം സ്വീകരിച്ച നടപടികൾ ഓരോ ദിവസവും സേന പുറത്തുവിടുകയാണ്. കര, നാവിക, വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി സേന വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ വിജയത്തിനു പിന്നിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരുകൂടിയുണ്ട്: ഇസ്രോ. ഇസ്രോ വിവിധ സമയങ്ങളിലായി വിക്ഷേപിച്ച 10 ഉപഗ്രഹങ്ങൾ രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾക്ക് മുതൽക്കൂട്ടായെന്ന് സേന വ്യക്തമാക്കി കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നൽകിയ തിരിച്ചടി ലോകം കണ്ടത് ഇന്ത്യയുടെ ഈ ഉപഗ്രഹ ദൃശ്യങ്ങളിലൂടെയാണ്. If we have to ensure safety of this country, we have to really serve through the satellite. We have to monitor the entire 7,500 kilometer seashore area. We have to monitor, and entire northern part we have to monitor continuously. Without satellite technology, without drone technology, we cannot achieve that. Today I am happy to inform that at least 10 satellites are continuously working, 24/7 working for the strategic purpose to ensure safety and security of the citizens of this country. സേനയ്ക്കു കരുത്താകാൻ ഒരു ഉപഗ്രഹം കൂടി സജ്ജമായി. രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന റിസാറ്റ് ഉപഗ്രഹ ശ്രേണിയിലേക്ക് മറ്റൊരു ഉപഗ്രഹം കൂടി, റിസാറ്റ് 1B. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന റഡാർ ഇമാജിംഗ് സാറ്റലൈറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യാതിർത്തി നിരീക്ഷണവും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തലുമാണ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. മഴ, മൂടൽമഞ്ഞ്, മേഘങ്ങൾ, രാത്രി തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ സഹായിക്കുന്ന അത്യാധുനിക C-ബാൻഡ് സിന്തറ്റിക് എപ്പർച്ചർ റഡാറാണ് റിസാറ്റ് 1Bയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. റിസാറ്റ് 1Bയിൽ 5 വ്യത്യസ്ത ഇമേജിംഗ് മോഡുകളുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നുഴഞ്ഞുകയറ്റം കണ്ടെത്താനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഇതിന് കഴിയും. പാകിസ്ഥാനോടും ചൈനയോടും ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ അതിർത്തികൾ നിരീക്ഷിക്കുന്നതിലും രാജ്യത്തിന്റെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനും റിസാറ്റ് തുണയാകും. പ്രതിരോധ സംവിധാനത്തിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനും കാർഷിക മേഖലയ്ക്കും റിസാറ്റ് 1B പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് വിലയിരുത്തൽ.